ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവിയലാണ്. നമുക്ക് ഇനി ഓണമൊക്കെ വരുന്നത്, നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എടുത്തിട്ട് ഒരു പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, പയറും എടുത്തിട്ടുണ്ട്. എല്ലാ വെജിറ്റബിൾസും ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് നമ്മുടെ അവിയൽ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങളടുത്ത് ഇതിലേറെ കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും കൂടെ എല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര മാത്രമേ ഉള്ളൂ, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് വേവിച്ചെടുക്കുന്നത് കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാ വെജിറ്റബിൾസും ഇതുപോലെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറുതായിട്ടൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം നമ്മുടെ വെജിറ്റബിൾസൊക്കെ എല്ലാ വെജിറ്റബിൾസൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ വെള്ളം മുഴുവനായിട്ടൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല, ഒരു 2-3 സ്പൂണ് മാത്രമേ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ എടുത്തതിൽ ഇത്രയും വെള്ളം ബാക്കിയാണ്. അപ്പോൾ ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഒറ്റ വിസിൽ വരുന്നത് വരെ മാത്രമേ നമ്മൾ വെജിറ്റബിൾസ് വേവിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് വെന്ത് വരുമ്പോഴത്തേന് നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ചിരകി എടുത്തിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്തിട്ടുള്ള വെജിറ്റബിൾസിനനുസരിച്ചിട്ട് നമ്മൾ തേങ്ങ എടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ചല്ല റെഡിയാക്കുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള അരപ്പിനുള്ളതെല്ലാം നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ലതുപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, അവയിലേക്ക് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മളൊട്ടും വെള്ളം ചേർത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ അവിയലൊക്കെ ഇവിടെ ഗ്യാസിൽ വെച്ച് കൊടുത്തിരുന്നു. അപ്പോൾ ഒരു വിസിലൊക്കെ വന്ന് അതിൻ്റെ ആവിയൊക്കെ പോയി ഞാനിപ്പോൾ അത് തുറന്നിട്ടുണ്ട്. നമ്മൾ വെജിറ്റബിൾസൊക്കെ എല്ലാം പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിലടിച്ചേക്കുന്നതിനെ ഓഫാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് കറക്റ്റായിട്ടുള്ള വേവ് തന്നെയാണ്. അപ്പോൾ കുക്കറിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ അവിയലിന് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ വേവ് പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലതുപോലെ വെന്തിട്ട് പോകാൻ പറ്റില്ല. ഇനി നമുക്ക് ഗ്യാസിലൊരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അവിയൽക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉടഞ്ഞിട്ട് പോകും. അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ വെജിറ്റബിൾസ് ഉടഞ്ഞു പോവാതെ. ഇനി നമുക്കൊരു 2 സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ നമുക്ക് തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തൈരാണെങ്കിൽ 1 സ്പൂണൊക്കെ എടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മുകളിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കാം, എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ അല്ല വരുന്നത്, അപ്പോൾ എല്ലാവർക്കും അവിയൽ ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ അവിയലിൻ്റെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.